ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഡോക്ടർ ആകെ പേടിച്ച മട്ടുണ്ടല്ലോ. സർ, എന്താ? എന്റെ ദയാഹർജി നിരസിക്കൂ സർ. അതിപ്പോ എന്താ ഞാൻ പറയാ, ഒക്കെ ഒരു യോഗമല്ലേ. മമ്മാന്റെ കാര്യത്തിൽ തന്നെ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തായി? പോയില്ലേ. എന്ന് വെച്ച് ഡോക്ടറുടെ കേസിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ലല്ലോ. എല്ലാം ശരിയാവും ഡോക്ടറെ. ഗുഡ് മോർണിംഗ് സാർ. ആ, ആരാത് റബ്ബായിയോ? പാന്റും ഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടാണല്ലോ. എന്റെ തൊഴിലിന് ഈ ഡ്രസ്സിലേക്ക് പറ്റില്ല സാറ്. മാനിനെന്ന് തോന്നിയാലല്ലേ ആൾക്കാർക്ക് സംശയമില്ലാണ്ടിരിക്കുള്ളൂ. ആ തക്കം നോക്കിയല്ലേ നമ്മള്. മനസ്സിലായി മനസ്സിലായി. ഇതിപ്പോ എന്നാ റിട്ടേൺ? എന്താണാവോ ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനായി വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. എന്തായാലും കുറച്ചു നാൾ ഇവിടെ നിന്ന് മാറി നിൽക്കണം. മമ്മാരിയുടെ മുഖം മനസ്സിൽ നിന്ന് മറക്കാൻ. ഞാൻ പോവാ ഡോക്ടർ. എന്റെ ശിക്ഷ കഴിഞ്ഞു. ഇനിയും തിരിച്ചു വരുമ്പോ ഇവിടെ കാണുമല്ലോ. കർത്താവ് അതിനുള്ള വഴി കാണിച്ചു തരും. ദയാഹർജി അനുഭവിച്ചു കിട്ടാതിരിക്കില്ല, എനിക്ക് ഉറപ്പാ. എന്താ പാപ്പസിനോട് വല്ലായിരിക്കുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും? അമ്മയ്ക്കൊന്നുമില്ല. പിന്നെ അത് നീ വിഷമിക്കരുത്. അത്ര ഗുരുതരമൊന്നുമല്ല. സുനിത ഒരു പോക്കണം കേട് കാണിച്ചു. എന്തോ ഗുളിക വിഴുങ്ങി. തക്ക സമയത്ത് തന്നെ കണ്ടതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ബുദ്ധിമോശം എന്നല്ലാണ്ട് എന്താ പറയാ. ആ രവീന്ദ്രന് വേറെ കല്യാണം ഉറപ്പിച്ചു എന്ന് വെച്ച് ഇവൾക്ക് ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ഇത്തിരി പോന്ന് മനസ്സാ അവളുടേത്. അവൾ കൂടി എന്തെങ്കിലും സംഭവിച്ച അമ്മ ചങ്ക് കൊണ്ടേ മരിക്കും. താനിങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? വരുന്നത് പോലെ വരട്ടെന്ന് വിചാരിക്കുക, അല്ല എന്താ? സാർ, എന്നെ ഒന്ന് സഹായിക്കൂ സാർ. ഒരു ദിവസത്തേക്കെങ്കിലും എന്നെ ഒന്ന് പുറത്തുവിടാമോ? തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു ജയിൽ പുള്ളിയെ സൂപ്രണ്ടിന്റെ ക്വാർട്ടേഴ്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നിയമവിരുദ്ധ. പിന്നെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുത്തുന്നത് തിരുമാൻ വേണ്ടി മാത്രമല്ല, ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, അതിൽ നിന്നുള്ള ഒരു റിലീഫ്, അത് ആവുന്നിടത്തോളം കാലം തന്നെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഏതായാലും ഇന്നിന് തിരുമലും പിടിച്ചിട്ടൊന്നും വേണ്ട, താൻ റിലാക്സ് ആവുക. വേണ്ട സാർ, ഇന്നും കൂടി കഴിഞ്ഞാ ഈ തിരുമല്ലൊരു കോഴ്സ് പൂർത്തിയാവുക. അത് മുടക്കണ്ട. ആണോ? അത് നീ വിഷമിക്കരുത്. അത്ര ഗുരുതരമൊന്നുമല്ല. സുനിത ഒരു പോക്കണം കേട് കാണിച്ചു. എന്തോ ഗുളിക വിഴുങ്ങി. മാധവൻകുട്ടി സാർ, ഇന്ന് ഇത്ര മതി. താൻ ഇന്ന് വല്ലാത്തൊരവസ്ഥയില. താൻ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി. അന്നമ്മ ഞങ്ങളുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയിരിക്കുക. മോൾ എന്തോ ഷോപ്പിങ്ങിനും. ഐ ആം അലോൺ. ഞാന് ഈ എണ്ണയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് വരാം.
മാധവകുട്ടി, മാധവകുട്ടി, തുറക്കൂ, കഥ തുറക്കൂ. മാധവകുട്ടി, തുറക്കാൻ. ആരാ ഇത് ലോക്ക് ചെയ്തത്? മാധവകുട്ടി എവിടെ? മാധവകുട്ടി, എടോ, മാധവൻകുട്ടി എവിടെ? ഇപ്പൊ കാറിൽ അങ്ങോട്ട് പോയത് സാറല്ലേ? ഞാനോ? നീ കണ്ടോ അവൻ പോണത്? കണ്ടോന്ന്? എന്താ എന്താ? എവിടെ മാധവൻകുട്ടി? മാധവൻകുട്ടിയോ? അവൻ ജയിലില്ല സാറേ. അവൻ ജയിലിൽ അറിഞ്ഞില്ലാതെ അഭിനയിക്കാനോടോ? അവനിവിടെ വന്നിട്ടില്ല. സത്യം പറഞ്ഞോളെ, എവിടെ മാധവൻകുട്ടി? ഗുരുവായൂരപ്പനാണ് സത്യം. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാ അവൻ ജയിലിൽ ചാടി വിവരം ഞങ്ങൾ അറിയുന്നത്. അവൻ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സത്യം പറയാൻ നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ... ചേട്ടൻ ഇവിടെ വന്നിട്ടില്ല സാർ. സത്യമായിട്ടാണ് ഇവിടെ ഇല്ല സാർ. ചേട്ടനെ ഞങ്ങൾ കണ്ടിട്ട് ഒത്തിരി നാളായി സാർ. അവൻ ഇവിടെ ഇല്ല സാർ. നോക്കിയേ, അവനെ എവിടെ ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ കണ്ടുപിടിക്കും. കൈ കിട്ടിയ അവന്റെ ഒരു ഒറ്റ എല്ല് പോലും ഞാൻ ബാക്കി വെക്കില്ല. Come on. എന്റെ ഗുരുവായൂരപ്പ. ഭഗീരഥി, ഭഗീരഥി. യെസ്, നന്ദകുമാർ ഹിയർ. ശരി.
ഫോറസ്റ്റ് ഗാർഡ് വരുന്നു, ഓടിക്കോ. ഇതാ സൂപ്രണ്ടിന്റെ കാറാണ്. അവൻ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. കമോൺ.